അകത്തേക്ക് കയറുവാണെങ്കിൽ നമുക്കൊരു കാട്ടാനയുണ്ട്. കട്ടാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാപ്പനീസിലൊരു സോഡിനെയാണ് പറയണത്. അപ്പോൾ ജസ്റ്റ് ഇതാണ് നമ്മളിരിക്കുന്നത്. നല്ല പുകവനുണ്ടല്ലോ, OLX നിന്ന് നേരിട്ട് എടുത്തിട്ട് തന്നെ പോലെ ഉണ്ടല്ലോ. നമുക്കൊന്ന് വലിപ്പിച്ചാലോ? കാലി റോഡ്. ഹലോ യൂട്യൂബ്, വെൽക്കം ടു അനദർ വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്നുള്ളത് നമ്മുടെ വൈറ്റ്സൈലുള്ള ബൈക്ക് സോളിലാണ്, നമ്മുടെ പാലത്തിൻ്റെ താഴെയുള്ള ബൈക്ക് സോളിലാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പുതിയെന്ന് പറയാൻ പറ്റില്ല, ഇറങ്ങിയിട്ട് കുറച്ചായി V-Strom 250 ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് അതിൻ്റെ വിശേഷം കാരണം പറയാനാണ്. അപ്പോൾ ഞാൻ ഏത് വണ്ടി റിവ്യൂ ചെയ്യണമെന്ന് ആലോചിച്ചപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നൊരു വണ്ടിയാണ് സുസുക്കിൻ്റെ ഈ ഒരു മോഡൽ എന്ന് പറയുന്നത്. അണ്ടർറേറ്റഡ് ആയിട്ട് എനിക്ക് തോന്നിയൊരു വണ്ടിയാണ് ഈ ഒരു മോഡൽ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ വണ്ടി ചെയ്യാമെന്ന് തീരുമാനിച്ചത്. അപ്പോൾ ബിഗ് താങ്ക്സ് ടു ബൈക്ക് സോൺ, ആ ഒരു വണ്ടി അവർ തന്നു. അപ്പോൾ ബിഗ് താങ്ക്സ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇരിക്കുന്ന വണ്ടി കേട്ടോ. നമ്മുടെ ഇരിക്കുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ ഒരു യെല്ലോ കളറിലാണ്. ഇത് കൂടാണ്ട് നമുക്കൊരു ബ്ലാക്ക് കളർ വരുന്നുണ്ട്, അത് കൂടാണ്ട് ഒരു റെഡ് കളറും വരുന്നുണ്ട്. അപ്പോൾ 3 കളറിലാണ് ഈ ഒരു വണ്ടി വരുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്പെക്കും കാര്യങ്ങളൊക്കെ പറയുവാണെങ്കിൽ നമ്മുടെ ജിക്സർ 250യുടെ അതേ എൻജിൻ വെച്ചിട്ട് സുസുക്കി ഇറക്കിയ ഒരു ADV ടൂററാണ് ഈ ഒരു വണ്ടി എന്ന് പറയുന്നത്. ഇതൊരു ഫുൾ ഓൺ ഓഫ് റോഡ് മെഷീൻ അല്ല, ഇതൊരു ADV ടൂറർ. നമ്മുടെ എന്താ പറയുക, KTM 390 അഡ്വഞ്ചർ അങ്ങനത്തെ ആ ഒരു കാറ്റഗറിയിൽ ഫോളോ ചെയ്യുന്ന ഒരു വണ്ടിയാണ് ഈ ഒരു V-Strom 250 എന്ന് പറയുന്നത്. പേര് പറയുമ്പോൾ കൺഫ്യൂഷൻ വരാറുണ്ട്. V-Strom ആണ്, V-Strom അല്ല. ഇപ്പുറത്താണ്, അപ്പുറത്താണ്, എനിക്ക് എപ്പോഴും മാറിപ്പോവും. അപ്പോൾ ഞാൻ ഈ വീഡിയോൻ്റെ ഇടയ്ക്ക് തെറ്റിച്ച് പറയുകയാണെങ്കിൽ പ്ലീസ് സോറി. എന്താ പറയുക, ഒരു രക്ഷയില്ല. നിങ്ങൾ ഈ ഒരു എസ്പെഷ്യലി ഒരു യെല്ലോ കളറിൽ നിങ്ങൾ എവിടെ കൊണ്ടിട്ടാലും ഒരു നോട്ടം കാര്യങ്ങളൊക്കെ കിട്ടും. ആൾക്കാർ വന്ന് ചോദിക്കുന്നത് ഏത് വണ്ടിയാണ്, അങ്ങനെയുള്ളൊരു നോട്ടം കാര്യങ്ങളൊക്കെ കിട്ടും. അത്യാവശ്യം ലോങ്ങർ വണ്ടിയാണ്. ഒരു നോർമൽ ജിക്സർ വെച്ച് നോക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടി ഹൈറ്റും കൂടുതലാണ്. ഇതിൽ സുസുക്കി വരുത്തിയേക്കുന്ന മാറ്റങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആ ഒരു ഫ്രണ്ട് കുറച്ചും കൂടി റെക്ക് ഔട്ട് ചെയ്തു. പിന്നെ സസ്പെൻഷൻ ട്രാവൽ കുറച്ച് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഫ്രണ്ട് സസ്പെൻഷൻ ട്രാവൽ എന്ന് പറയുന്നത് 120 mm ആണ്. 120 mm ആയിനോ നമ്മുടെ 390 അല്ലെങ്കിൽ 250 അഡ്വഞ്ചർ നോക്കുമ്പോഴത്തേക്ക് അത്ര കൂടുതലല്ല. പക്ഷേ ഈ ഒരു വണ്ടിയിൽ ഐ തിങ്ക് കുഴപ്പമില്ല, നമുക്കത് ടെസ്റ്റ് ചെയ്യാം, എങ്ങനെയുണ്ടെന്ന് നോക്കാം. പിന്നെ ഒരു മാറ്റം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്രണ്ടിലത്തെ വീൽ സൈസ് മാറ്റി. ഇത് ഞാൻ പറഞ്ഞു, ഇതൊരു ജിക്സർ ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ ജിക്സറിന് 17 ഇഞ്ചാണ് ഫ്രണ്ട് ബാക്കും വരുന്നത്. ഇതൊരു ADV ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫ്രണ്ട് അലോയ് അവർ കൂട്ടിയിട്ടുണ്ട്, 19 ഇഞ്ച് അലോയ്സ് ആക്കിയിട്ടുണ്ട്. ടയർ പ്രൊഫൈൽ പറയുകയാണെങ്കിൽ 100 സെക്ഷൻ ടയറാണ് ഫ്രണ്ടിൽ വരുന്നത്. ബാക്കിൽ ആ ഒരു 17 ഇഞ്ച് അലോയ്സ് ആണ്. പക്ഷേ ടയർ പ്രൊഫൈൽ നമ്മൾ ജിക്സർ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും കുറച്ചൊന്ന് ചെറുതാണ്. ഇതൊരു 140 സെക്ഷൻ ടയറാണ്, കാരണം ഇതിനൊരു ബ്ലോക്ക് പാറ്റേൺ ടയേഴ്സാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയൊരു പ്രൊഫൈൽ ടയറാണ്. ഇറ്റ്സ് നോട്ട് അബൌട്ട് ആ ഒരു സൈസിൻ്റെ അല്ല, ആ ഒരു ബ്ലോക്ക് പാറ്റേൺ ടയർ അത് ഇരിക്കാൻ വേണ്ടിയിട്ട് അവർ ടയർ പ്രൊഫൈൽ ഒന്ന് ചെറുതാക്കിയത്. V-Strom 650 കേട്ടോ, ഞാൻ കാണിച്ചു തരാം കേട്ടോ അവസാനം. പിന്നെ ഒരു കട്ടാനുണ്ട്, ഞാൻ കാണിച്ചു തരാം. സുസുക്കിൻ്റെ ബിഗ്ഗർ V-Strom ഇവിടെ ഇരിപ്പുണ്ട്. ഐ തിങ്ക് 650 ആണെന്ന് തോന്നുന്നു. യെസ്, 650. ഒരു നോർമൽ കൺവെൻഷണൽ ഫോർക്കും പിന്നെ എന്താണ് ടോക്കിഗോ എന്നൊക്കെ പറഞ്ഞിട്ടൊരു ബ്രാൻഡിൻ്റെ ബ്രേക്സാണ് വരുന്നത്. ബ്രിസ്റ്റോണിൻ്റെ ടയേഴ്സ്. എന്താ പറയുക, ശരിക്കും അതിൻ്റെ ഒരു ബിഗ്ഗർ ബ്രദറായിട്ട് തന്നെ തോന്നുന്നുണ്ട് കേട്ടോ, ഈ ഒരു എസ്പെഷ്യലി ഒരു കളർ സ്കീമിൽ. പിന്നെ നോട്ടീസ് ചെയ്താണ് ഇതിന് വരുന്നത് ഒരു സ്പോക്ക് വീൽസാണ്. അതുകൊണ്ട് തന്നെ ഓഫ് റോഡും റഫ് റോഡൊക്കെ ഇത് കുറച്ചും കൂടി ബെറ്ററായിട്ട് ഹാൻഡിൽ ചെയ്യും. പിന്നെ കണ്ടോ, അറ്റൻഷൻ ടു ഡീറ്റെയിലൊക്കെ അടിപൊളിയാണ്. ഈ ഒരു റാക്ക് തന്നെ നമുക്ക് അതിലും വരുന്നുണ്ട്. പിന്നെ എന്നാ പറയുക, ഇതിനൊരു പാർട്ട് ഡിജിറ്റൽ പാർട്ട് അനലോഗ് കൺസോളാണ് വരുന്നത്. ഓണാവോ എന്തോ, ഓണായി. ഒരു സെമി ഡിജിറ്റൽ അനലോഗ് കൺസോളാണ്. ഇവിടെ നമുക്ക് RPM മീറ്റർ ഉണ്ട്, ഇവിടെ ഗിയർ പോസ്റ്റ് ഇൻഡിക്കേറ്റർ, സ്പീഡോമീറ്റർ, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും കാണിക്കുന്നുണ്ട്. വളരെ മെസ്സിവ് ആണ് വണ്ടി. പിന്നെ അപ്പുറത്ത് നോക്കുവാണെങ്കിൽ നമുക്കൊരു സുസുക്കി കട്ടാന വരുന്നുണ്ട് കേട്ടോ. ഇൻലൈൻ 4 ബീസ്റ്റ്. എന്താ പറയുക, ഭയങ്കര ഡിസ്റ്റിങ് ആയിട്ടുള്ള ലുക്കാണ്, വേറൊരു വണ്ടീനെ ഓർമ്മിപ്പിക്കുന്നില്ല. ആ ഒരു ഇൻഡിക്കേറ്ററൊക്കെ ഇവിടെ ഇൻറ്റഗ്രേറ്റ് ചെയ്തിരിക്കണമെങ്കിലും നല്ല രസമുണ്ട് കാണാനായിട്ട്. ഒരു ബോക്സ് ടൈപ്പ് പഴയ കട്ടാനൊക്കെ റിമൈൻഡ് ചെയ്യുന്ന അതേ ഡിസൈൻ തന്നെയാണ്. ചെറിയൊരു ഷോർട്ട് വൈസർ കാണാം. പില്ലിൻ്റെ അവസ്ഥ ഇത്. ഈ ഒരു ലുക്കൊക്കെ നോക്കി ആണെങ്കിൽ ഭയങ്കര ഷാർപ്പായിട്ടിരിക്കുന്നൊരു ടെയിൽ ലൈറ്റ് കാണാം. പിന്നെ ആ ഒരു എക്സോസ്റ്റ്, ആ ഒരു മെസ്സിയായിട്ടുള്ള എക്സോസ് ഔട്ട്. പിന്നെ ടെയിൽ ടൈഡി വരുന്നത് നമ്മുടെ നമ്പർ പ്ലേറ്റും ഇൻഡിക്കേറ്ററും നമ്മുടെ ടയർ ഹഗറിൽ തന്നെ ഇൻറ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല നീറ്റാണ് കേട്ടോ, എസ്പെഷ്യലി ഈ ഒരു ബാക്കിൽ നിന്നുള്ള എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. യെസ്, അതൊക്കെ തന്നെയാണ്. പിന്നെ ഞാൻ പറഞ്ഞു, ഇവിടെ നമുക്ക് ജിക്സേഴ്സൊക്കെ അവൈലബിൾ ആണ്. ജിക്സർ 150, 250 ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഷെയ്ഡൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ബ്ലാക്കിൽ ഈ ഒരു നിയോൺ റിം സ്ട്രിപ്പും നിയോൺ ഗ്രാഫിക്സൊക്കെ ആയിട്ട് നല്ല രസമുണ്ട്. പിന്നെ ഒരു റെഡ് ഗ്രേ കളറുള്ളൊരു വണ്ടി വരുന്നുണ്ട്, ഇതും കൊള്ളാം. ഇത് ഐ തിങ്ക് 250 ആണ്. ഈ ഒരു മാറ്റ് ബ്ലാക്കിൽ വരുന്നത്, കാരണം ഒരു മെഷീൻ കെട്ടാലോ പെട്ടെന്ന് എടുത്തറിയും. 250 ആണ്. യെസ്,
അപ്പോൾ ഇതാണ് വണ്ടി. മൊത്തത്തിൽ ഞാൻ ഫ്രണ്ടിൽ നിന്ന് തന്നെ പറഞ്ഞു തുടങ്ങാം. ഫ്രണ്ടിൽ നമുക്ക് നോക്കുവാണെങ്കിൽ ഒരു LED ഹെഡ്ലൈറ്റ് വരുന്നുണ്ട്. ആ ഒരു ഫെമിലർ ആയിട്ടുള്ള ജിക്സറിൽ, വെറും ജിക്സറിൽ അവതരിപ്പിച്ച ആ ഒരു LED ഹെഡ്ലൈറ്റാണ് ഫ്രണ്ടിൽ വരുന്നത്. പിന്നെ ആ ഒരു വലിയ ജിക്സർ ബീസ്ട്രോമിനെയൊക്കെ ഉറപ്പിക്കുന്ന പോലത്തെ ആ ഒരു ഷാർപ്പായിട്ടുള്ള ഫെൻഡർ വരുന്നുണ്ട്. ആ ഫെൻഡർ വരുന്ന നല്ല രസമാണ്. ഈ ഒരു ടാങ്കിൽ നിന്ന് വന്നിട്ട് ഒരു ഫ്രണ്ട് നോസ് വരെ വരുന്നുണ്ട്. ഭയങ്കര ഷാർപ്പായിട്ടുള്ള ഒരു ഫെൻഡറാണ് ഫ്രണ്ടിൽ വരുന്നത്. ഷാർപ്പാണ്, നല്ല രസമാണ് കേട്ടോ. എസ്പെഷ്യലി ഒരു യെല്ലോ കളർ എന്നൊക്കെ പറഞ്ഞാൽ നല്ല രസമാണ്. ശരിക്കും ആ ഒരു കൂടിയ ജിക്സറിനെയൊക്കെ ബീസ്ട്രോമിനെ ഉറപ്പിക്കുന്ന അതേ ഒരു ഷെയ്ഡിലാണ് ഈ വണ്ടി വരുന്നത്. ആക്ച്വലി ബീസ്ട്രോം 250 എന്ന് പറയുന്നത് നമുക്ക് ഇന്ത്യ കിട്ടുന്നത് ഈ ഒരു മോഡാണ്. പക്ഷേ ശരിക്കും ഇൻ്റർനാഷണൽ മാർക്കിൽ 250 എന്ന് പറയുന്ന ഒരു ട്വിൻ സിലിണ്ടർ മോട്ടോർ സൈക്കിളാണ്. അതിൻ്റെ പിക്ക് ഞാൻ ഇവിടെ ഇട്ട് തരാം. നല്ല വ്യത്യാസമുണ്ട്. അത് കുറച്ചുകൂടി പ്രീമിയം മോഡലാണ്. അത് ഇന്ത്യയിൽ ഇറക്കി കഴിഞ്ഞാൽ നല്ല പൈസ വരും. അപ്പോൾ ഇതാണ് നമുക്ക് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്കൊരു വൈസർ വരുന്നുണ്ട്. ഐ തിങ്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. ചെറുതായിട്ടൊരു അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ചോദിച്ചു നോക്കാം, ഇല്ലെങ്കിൽ ഞാൻ താഴെ തന്നെ ഇടാം. ചെറിയൊരു സ്ട്രൈറ്റ് ആയിട്ടുള്ള വൈസർ വരുന്നുണ്ട്. നല്ല ഡ്രാഗ് അടിക്കാൻ ചാൻസ് ഉണ്ട്. കണ്ടോ, നല്ല സ്ട്രൈറ്റ് ആയിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എയർ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല വിൻ പ്രൊട്ടക്ഷൻ നല്ല കിട്ടും. പിന്നെ ഇൻഡിക്കേറ്റേഴ്സ് ബൾബ് ഇൻഡിക്കേറ്റേഴ്സാണ് വരുന്നത്. പിന്നെ മൂവിങ് സൈഡ് ആ ഒരു ചെറിയൊരു സെമി ഫെയറിംഗ് പോലെ വന്നിട്ടുണ്ട്. ഇവിടെ നല്ല രസമാണ്. മൊത്തത്തിൽ നല്ല ഫിറ്റ് ആൻഡ് ഫിനിഷ് ആണ്. അതിലൊന്നും പരാതിയൊന്നുമില്ല. പിന്നെ ടാങ്ക് നോക്കുവാണെങ്കിൽ ഭയങ്കര മാസീവ് ആണെങ്കിലും നമുക്കൊരു 12 ലിറ്റർ ടാങ്കാണ് വണ്ടിക്ക് വരുന്നത്. പിന്നെ എന്താ പറയുക, സീറ്റ്സ് ആർ വെരി കംഫർട്ടബിൾ. നല്ല കുഷനിങ്ങുള്ള സീറ്റ്സാണ്. ബാക്കിൽ നോക്കുകയാണെങ്കിൽ വളരെ വൈഡായിട്ടുള്ള സീറ്റാണ്. ബാക്കിൽ നമുക്ക് ഈ ഡോമിനാറിലൊക്കെ കണ്ടുവരുന്നൊരു റാക്ക്, ഇതിൽ എക്സ്പൾസിലൊക്കെ കണ്ടുവന്നൊരു കാരിയർ സ്റ്റേ ബാക്കിൽ വരുന്നുണ്ട്. സ്റ്റോക്കായിട്ട് വരുന്നുണ്ട്. ഒരു ആക്സറി കാര്യങ്ങളൊന്നുമല്ല. പിന്നെ ബാക്കിലും ബൾബ് ഇൻഡിക്കേറ്റേഴ്സാണ്. പിന്നെ ഈ ഒരു ടെയിൽ ലൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ പ്രീവിയസ് ജെൻ ജിക്സറിൽ കണ്ടുന്ന ആ ഒരു അതേ സെയിം യൂണിറ്റാണ് അവർ ബീസ്ട്രോമിൽ യൂസ് ചെയ്തിരിക്കുന്നത്. പുതിയ യൂണിറ്റിൽ ടെയിൽ ലൈറ്റ് എന്ന് പറയുന്നത് ഇതാണ്. പക്ഷേ ഇവർ യൂസ് ചെയ്തിരിക്കുന്നത് കണ്ടോ, ആ ഒരു ഓൾഡ് മോഡൽ ജിക്സറിലെ അതിൻ്റെ അതേ ഒരു ടെയിൽ ലൈറ്റാണ് അവർ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ആ ഒരു ഷോർട്ടായിട്ടുള്ള ഒരു ടെയിൽ ലൈറ്റ് ഉണ്ട്. ഒരുപാട് ചാടി നിൽക്കുന്നില്ല. നോക്കി തന്നെ മനസ്സിലായി, നല്ല ഒരു വൃത്തിയേടില്ല. മാസീവായിട്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു സാരി ഗാർഡും കൊടുത്തിട്ടുണ്ട്. അത് അയച്ചു കളയാനേ ഞാൻ പറയുള്ളൂ. പിന്നെ ഇപ്പുറത്തേക്ക് വരുവാണെങ്കിൽ നമുക്കൊരു 6 സ്പീഡ് ഗിയർ ബോക്സ് കാണാൻ പറ്റും. ഗിയർ ബോക്സിനെ പറ്റി ഞാൻ പറയാം, കാരണം ജിക്സറിൻ്റെ ഗിയർ ബോക്സ് ഭയങ്കര ഫേമസ് ആണ്. ഞാൻ ഓടിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. ഒരു 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. ഇതിന് സ്ലിപ്പർ ക്ലച്ചോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. അത് ശ്രദ്ധിക്കുക. വണ്ടിക്ക് ഫീച്ചേഴ്സായിട്ട് ടെക്കായിട്ട് ഒരു കാര്യം വരുന്നില്ല. നോ സ്ലിപ്പർ ക്ലച്ച്, നോ ട്രാക്ഷൻ കൺട്രോൾ. എന്തിന് ഈവൻ ദോ ഇതൊരു ADV ആണെങ്കിൽ കൂടെ ഇതിനൊരു സ്വിച്ചബിൾ ABS പോലുമില്ല. ഇത് ഡ്യുവൽ ചാനൽ ABS വണ്ടിയാണ്. ABS പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ബ്രേക്കിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ ഒരു 300 mm ഡിസ്ക് വരുന്നുണ്ട്. ബാക്കിലാണെങ്കിൽ ഒരു 230-220 ആണെന്ന് തോന്നുന്നു നമുക്ക് ഡിസ്ക് വരുന്നുണ്ട്. ബ്രേക്സ് ആർ ഫ്രം ബൈബ്രേ. ഓക്കെ, ഇനി ഹാർട്ട് ഓഫ് ദി മാറ്റർ നോക്കുകയാണെങ്കിൽ ആ ഒരു 249cc ഓയിൽ കൂൾഡ് എഞ്ചിനാണ്. അത് ശ്രദ്ധിക്കുക. സുസുക്കിൻ്റെ പാറ്റേൺ ടെക്നോളജി ആയിട്ടുള്ള SOCS, സുസുക്കി ഓയിൽ കൂളിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് സുസുക്കീൻ്റെ ഓയിൽ കൂളിംഗ് ടെക്നോളജിയാണ്. ഇതുവരെ ഞാൻ ഈ വണ്ടി ഓവർ ഹീറ്റ് എന്ന് കേട്ടിട്ട് പരാതി കാര്യമൊന്നും കേട്ടിട്ടില്ല. അപ്പോൾ ഈ വണ്ടിക്ക് ലിക്വിഡ് കൂളിങ്ങിൻ്റെ ആവശ്യമുണ്ടെന്ന് ചോദിച്ചാൽ ഇല്ല, കാരണം ഓയിൽ കൂളർ അതിൻ്റെ ജോലി നന്നായിട്ട് ചെയ്യുന്നുണ്ട്. പവർ ഔട്ട്പുട്ട് നോക്കുകയാണെങ്കിൽ 26 bhp ആണ്, അറൗണ്ട് 9000 RPM. ടോർക്ക് നോക്കുകയാണെങ്കിൽ അറൗണ്ട് 22 Nm ടോർക്കാണ്, അറൗണ്ട് 7000 RPM ആണ് വരുന്നത്. അപ്പോൾ പവർ ഫിഗേഴ്സ് ഒക്കെ ഡീസൻ്റ് ആണ്. അത്യാവശ്യം ഒരു മിഡ് റേഞ്ച് പഞ്ചായത്ത് കിട്ടും. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോർക്കും പവറൊക്കെ ഇരിക്കുന്ന അത്യാവശ്യം നല്ല ഹയർ RPM-ലായിട്ട് തന്നെ നമ്മൾ ഇച്ചിരി വലിപ്പിച്ചെടുക്കേണ്ടി വരും. ഔട്ട് ചെയ്തുകൊണ്ട് തന്നെ വണ്ടിയുടെ വീൽ ബേസ് നോർമൽ ജിക്സറിന് വെച്ചിട്ട് കുറച്ചും കൂടി വീൽ ബേസ് കൂടുതലാണ്. വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കുകയാണെങ്കിൽ 205 mm ആണ്, വിച്ച് ഐ തിങ്ക് ഡീസൻ്റ് ആണ്. എന്നാലിച്ച് നോക്കുക, നല്ല ഡീസൻ്റ് ആയിട്ടുള്ള ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് 205 mm എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളൊരു ഡീസൻ്റ് ആയിട്ടുള്ള ടൂർ നോക്കുന്നുണ്ട്, ഒരു ഫുൾ ഓൺ ഓഫ് റോഡർ അല്ല, നിങ്ങളൊരു ടൂറിംഗ് ആണ് നോക്കുന്നത്, ലോങ് റൈഡ് ടൂർ പോകാനും അത്യാവശ്യം ഒരു നോർമൽ ഡെയിലി യൂസ് ചെയ്യാനാണെങ്കിൽ പെട്ടെന്നൊരു കുഴിയൊക്കെ ഉണ്ടെങ്കിലും അബ്സോർവ് ചെയ്യാൻ പറ്റിയൊരു വണ്ടിയാണ്, ഒരു ഫുൾ ഓൺ അഡ്വഞ്ചർ നോക്കുന്നില്ല ആണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു വണ്ടിയാണ് ഇതെന്ന് പറയുന്നത്. പക്ഷേ നിങ്ങൾക്ക് അവിടെ ഓബിയസ്ലി ചോദിക്കാം എന്തുകൊണ്ട് 250 അഡ്വഞ്ചർ അല്ലെങ്കിൽ വേറെ അഡ്വഞ്ചർ. പക്ഷേ ശ്രദ്ധിക്കുക, ഈ ഒരു പ്രൈസ് ബ്രാക്കറ്റിൽ ഈ ഒരു അഡ്വഞ്ചർ മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. പ്രൈസും കാര്യങ്ങളും ഞാൻ ഈ വീഡിയോ തന്നെ നിങ്ങളുടെ, അപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നമ്മുടെ വൈറ്റിലുള്ള ബൈക്ക് സോളൊന്ന് വിളിച്ച് നോക്കാം. അപ്പോൾ നമുക്കിനി ജസ്റ്റ് കയറിയിരിക്കാം. ഞാൻ പറഞ്ഞു വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് പറയുന്നത് 205 mm ആണ്. വണ്ടി കുറച്ച് പൊക്കിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ വണ്ടിയുടെ സീറ്റ് ഹൈറ്റും കൂടിയിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ സീറ്റ് ഹൈറ്റ് വരുന്നത് അറൗണ്ട് 835 mm ആണ്. എൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 5.9 അടുത്താണ്. അപ്പോൾ ഞാൻ കയറുന്നത് എങ്ങനെയുണ്ടെന്ന് നോക്കാം. എനിക്ക് ഫ്ലാറ്റ് ഫുട്ടല്ല നോക്കുക, എനിക്ക് ഹാഫ് ഫുട്ട് എന്ന് വേണമെങ്കിൽ പറയാം. സസ്പെൻഷൻ അടിപൊളിയാണ്. ഞാൻ കയറുന്നപ്പോൾ തന്നെ ബാക്ക് സസ്പെൻഷൻ ഒന്ന് ഇരുന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അത്യാവശ്യം വെയിറ്റുള്ള ഒരാളാണ്, എനിക്ക് അറൗണ്ട് 80 kg അടുത്ത് വെയിറ്റ് ഉണ്ട്. അപ്പോൾ കുറച്ചുകൂടി വെയിറ്റുള്ള ആളാണെങ്കിൽ വണ്ടിയിൽ നിങ്ങൾ കയറി കഴിയുമ്പോൾ കുറച്ചും കൂടെ ഇരിക്കും. പിന്നെ മിറേഴ്സൊക്കെ ഡീസൻ്റ് ആണ്, അത്യാവശ്യം ബാക്കിൽ നടക്കുന്ന എല്ലാം കാണാൻ വരുന്നുണ്ട്, ഫാൻസി മിററൊന്നുമല്ല. പിന്നെ ഞാൻ പറഞ്ഞു വണ്ടിക്ക് സ്ലിപ്പ് ആൻഡ് ക്ലച്ചോ കാര്യങ്ങളൊന്നും വരുന്നില്ല, നോർമൽ ക്ലച്ചാണ് വരുന്നത്. പിന്നെ CS എടുത്ത് നോക്കുകയാണെങ്കിൽ
സ്വിച്ച് ഗിയേഴ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ പാസ് സ്വിച്ച് വരുന്നുണ്ട്, ഹൈ ബീം ലോ ബീം ഇൻഡിക്കേറ്റർ, ഹോണ്, ഇപ്പുറത്താണെങ്കിൽ എൻജിൻ ഗിൽ സ്വിച്ച് വരുന്നുണ്ട്, പിന്നെ ഇവിടെ സ്റ്റാർട്ടർ സ്വിച്ചും വരുന്നുണ്ട്. ഹസാർഡ് സ്വിച്ചോ കാര്യങ്ങളൊന്നുമില്ല. ഹാൻഡിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും നല്ല യു ഷേപ്പായിട്ടുള്ള ഹാൻഡിലാണ്, ഭയങ്കര വൈഡാണ്, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, നല്ല കുഴിഞ്ഞായിരിക്കണേ. പിന്നെ മൊത്തത്തിൽ ഈ ഒരു ലുക്ക് എന്ന് പറഞ്ഞാണ്ടല്ലോ അപാരാട്ടോ, നല്ല രസമാണ്. നിങ്ങൾ നോക്കി ആ ഒരു ശരിക്കും ഒരു പ്രോപ്പർ ADV ലുക്ക്, നമ്മളൊരു കുഴിയിലിരിക്കുന്ന പോലെ ഉണ്ട്. ഞാൻ പറഞ്ഞു വൈസർ ഭയങ്കര സ്ട്രൈറ്റ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വിൻ പ്രൊട്ടക്ഷൻ കാരണം കിട്ടുന്നുണ്ട്. നല്ല കവേർഡാണ്, ഫ്രണ്ടിൽ അത്യാവശ്യം കണ്ടോ നല്ല കാറിൻ്റെ ഉള്ളിലേക്ക് ഇരിക്കുന്ന പോലെ ഉണ്ട്. പിന്നെ എന്നാ പറയുക, ഞാൻ പറഞ്ഞു ഹാൻഡിൽ നല്ല യു ആയിട്ടിരിക്കുന്നത്, ഹാൻഡ് ഫേസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഫോർക്ക് സൈസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ജിക്സറിൽ വന്നിരുന്ന അതേ ഫോർക്ക് സൈസാണ്, 41mm ഫോർക്ക് സൈസാണ്. സസ്പെൻഷൻ ട്രാവൽ ഞാൻ പറഞ്ഞു 120mm ആണ്, വിച്ച് ഐ തിങ്ക് കുറച്ച് കുറവാണ്. അത് എന്താ പറയുക, നമ്മുടെ ADV 250 ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ADV 250 വരുന്നത് 170mm സസ്പെൻഷൻ ട്രാവലാണ്. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, സസ്പെൻഷൻ ട്രാവൽ ഇത്തിരി കുറവാണ്. പിന്നെ ആലോചിക്കുക ഇതിൻ്റെ കോസ്റ്റും കാര്യങ്ങളൊക്കെ അവർ ആലോചിച്ചുകൊണ്ടായിരിക്കും ഈ സസ്പെൻഷൻ ട്രാവൽ നിർത്തി. അത്യാവശ്യം ഇത് പണി നന്നായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇൻസ്ട്രുമെൻറ്റ് കൺസോൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു നോർമൽ ജിക്സറിൽ കണ്ടിരുന്ന അതേ നോർമൽ കൺസോളാണ്. നമുക്കിവിടെ സെലക്ട് മോഡ്, നമുക്കൊരു ഇൻഡിക്കേറ്റർ, അങ്ങനത്തെ സകലമായ ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഈ വണ്ടിക്ക് ഒരു തരത്തിലുള്ള ഫീച്ചേഴ്സും കാരണം വരുന്നില്ല. റൈഡിംഗ് മോഡില്ല, സ്വിച്ചബിൾ ABS ഇല്ല, ട്രക്ഷൻ കൺട്രോൾ ഇല്ല, ഒരു കുന്തുമില്ല. നമ്മൾ കൺസോൾ ഓൺ ആക്കുകയാണെങ്കിൽ കാണാൻ പറ്റും അതിലേക്ക് ബ്ലൂടൂത്ത് കണക്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ കണ്ടോ ബ്ലൂടൂത്തിൻ്റെ പെയറിംഗ് മോഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്, ഒരു വാർണിംഗ് ലൈറ്റ് വരുന്നുണ്ട്, ന്യൂട്രൽ, RPM ലിമിറ്റ്, മേളിലൊരു ക്ലോക്ക് ഉണ്ട്, ചെറിയൊരു RPM മീറ്റർ വരുന്നുണ്ട്, പിന്നെ ഇവിടെ ഒരു സ്പീഡോമീറ്റർ വരുന്നുണ്ട്, ഗിയർ പോസ്റ്റ് ഇൻഡിക്കേറ്റർ ഉണ്ട്, എത്ര ആവറേജ് ഫ്യൂൽ എക്കോണമിയിൽ 32 കാണിക്കുന്നത്. 32 km/ലിറ്ററാണ് മൈലേജ് കാണിക്കുന്നത് 12 ലിറ്റർ ടാങ്കിൽ നിന്ന്. ടോഗിൾ ചെയ്യുകയാണെങ്കിൽ ലൈവ് കാണാൻ പറ്റും. ബാറ്ററി വോൾട്ടേജ് എത്ര ഓടി, 14,000 ഓടിയിട്ടുണ്ട് വണ്ടി. പിന്നെ ട്രിപ്പ് അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ മോഡ് മാറ്റുവാണെങ്കിൽ ഞാൻ പറഞ്ഞു നമുക്ക് ബ്ലൂടൂത്ത് കണക്റ്റിവിറ്റി കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നത്. ബ്ലൂടൂത്ത് കാര്യങ്ങൾ കണക്ട് ചെയ്ത് എനിക്കൊന്ന് 10/10 നാവിഗേഷൻ അവൈലബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ കറക്റ്റായിട്ടുള്ളത് മലയാളത്തിൽ താഴെ കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് വണ്ടിയിൽ മൊത്തത്തിലുള്ള ഒരു ലുക്ക് എന്ന് പറയുന്നത്. ഇനി ഞാൻ ജസ്റ്റ് വണ്ടി ഓടിച്ചിട്ട് വണ്ടിയുടെ വിശേഷം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു വണ്ടി ഓടിക്കുന്നത്. ഞാൻ ജിക്സർ ചെയ്തിട്ടുണ്ട് 250, പക്ഷേ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ ഒരു 250 ഓടിക്കുന്നത്. അപ്പോൾ ഓടിച്ചിട്ട് വണ്ടിയുടെ വിശേഷം കാര്യങ്ങൾ അതിന് മുമ്പ് ഞാൻ വണ്ടിയുടെ എക്സ്നോസ് നോട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചു തരാം. വളരെ എന്താ പറയുക ഗ്രണ്ടി ആയിട്ടുള്ള നോട്ടാണ്, പൊളി നോട്ടൊന്നും ഞാൻ പറയുന്നില്ല. ഈ വണ്ടിക്ക് ക്ലച്ച് പിടിക്കണം കേട്ടോ. സുസുക്കിക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ക്ലച്ച് പിടിക്കണം. നോർമൽ വണ്ടിയാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല, ന്യൂട്രലിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ മതി. ബട്ട് നോട്ട് സുസുക്കി. കണ്ടോ, ഇപ്പം ഞാൻ ന്യൂട്രലാണ് കിടക്കുന്നത്, ഞാൻ അടിച്ചു, ആവില്ല, ക്ലച്ച് പിടിക്കണം. കണ്ടോ, എക്സോസിനോട്ടൊക്കെ ഏറെക്കുറെ ജിക്സറായിട്ട് സിമിലറായിട്ട് എനിക്ക് തോന്നിയത്. ഓയിലൊക്കെ ഉണ്ടോ? ഉണ്ട്. ഈ വണ്ടിക്ക് ഒരു അണ്ടർബെല്ലി ഉണ്ടായിരുന്നെങ്കിൽ നൈസായാനെ. നമുക്കൊന്ന് പയ്യെ കൈ കൊടുത്ത് നോക്കാം. ട്വിൻ പോർട്ട് എക്സോസ് ആണ് കേട്ടോ, അത് സുസുക്കിൻ്റെ ഒരു ട്രേഡ് മാർക്കാണ്. നമ്മുടെ എല്ലാ വണ്ടിയും നോക്കിയാൽ മനസ്സിലായി, ഒരു ട്വിൻ പോർട്ട് എക്സോസ് ആണ് വണ്ടിക്ക് വരുന്നത്. ഒന്ന് വണ്ടി പയ്യെ കൊടുത്ത് നോക്കാം. വാവ്, വളരെ സ്വീറ്റ് ആയിട്ടുള്ള നോയ്സാണ് കേട്ടോ. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയി, വണ്ടിയുടെ ഷോക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ നോക്കിയപ്പോൾ കണ്ടോ നമുക്ക് അഡ്ജസ്റ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇനി ഞാൻ ജസ്റ്റ് ഓടിച്ചിട്ട് വണ്ടിയുടെ വിശേഷം കാര്യങ്ങളൊന്ന് പറഞ്ഞുതരാം. കയറിയിരിക്കുമ്പോൾ വണ്ടിക്ക് വെയിറ്റാണ് ആദ്യം ഫീൽ ചെയ്യുന്നത്. വണ്ടിക്ക് ഒട്ടും വെയിറ്റ് ഇല്ല, വെറും 167 kg വെയിറ്റ് വരുന്നുള്ളൂ. അത് ഒരുപാടൊന്നുമില്ല. എനിക്ക് ഈസിലി ഇതുണ്ടോ, ഈസിലി ഉന്തിത്തള്ളി നിൽക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ നോട്ടീസ് ചെയ്യുന്നത് സസ്പെൻഷൻ വളരെ സ്മൂത്താണ് കേട്ടോ. ബാക്കിത്തെ അടിപൊളിയാണ്. ശരിക്കും ഇങ്ങനെ ഉന്തിത്തള്ളുമ്പോൾ തന്നെ ബാക്ക് കിടന്ന് ഇങ്ങനെ കുലുങ്ങുന്നുണ്ട്. സോറി, ഉദ്ദേശിച്ചത് അങ്ങനെയല്ല, ബാക്ക് സസ്പെൻഷൻ കിടന്ന് കുലുങ്ങുന്നുണ്ട്. നല്ല സോഫ്റ്റായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് ഇനി ജസ്റ്റ് എടുത്തിട്ട് റൗണ്ട് പോകാം. പെട്രോൾ അടിക്കാനുണ്ട്, അപ്പോൾ ഓടിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. റൈഡിംഗ് പൊസിഷൻ നല്ല കമാൻഡിങ് ആണ്. ഞാൻ പറഞ്ഞ ഹാലിൽ നല്ല പൊങ്ങിയായിരിക്കുന്നത്. എന്നാൽ ഇങ്ങനെ ഇരിക്കുന്ന പൊസിഷനല്ല, കുറച്ച് താന്നാണ് ഇരിക്കുന്നത്. കൈ താഴേക്ക് പോകുന്നുള്ളൂ, ഷോൾഡർ ഫ്രണ്ടിലേക്ക് പോകുന്നില്ല. ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടാൽ കൈ താഴേക്ക് പോകുന്നുള്ളൂ, ഞാൻ ഫ്രണ്ടിലേക്ക് ആയുന്നില്ല. റൈഡിംഗ് ഫുഡ് പാക്സ് ഒക്കെ എൻ്റെ നേരെ കാലത്ത് താഴെയാണ്. ഓക്കെ, ഇനി നമുക്കൊന്ന് വണ്ടി ഓടിച്ചിട്ട് ബാക്കിയുള്ളതെല്ലാം സംസാരിക്കാം. ഓ, ഗിയർ ബോക്സ്, ഓ മാൻ, ഫസ്റ്റ് തന്നെ നോട്ടീസ് ചെയ്യുന്നത് യെസ് സസ്പെൻഷനാണ് കേട്ടോ. എൻ്റെ മോനെ, സസ്പെൻഷൻ ഒരു രക്ഷയില്ല. ഓ പൊളി. മിററൊന്ന് അഡ്ജസ്റ്റ് ചെയ്യട്ടെ. വാവ്, ഇത് നല്ല അത്യാവശ്യം മോശം രീതിക്ക് കട്ട വിരിച്ച റോഡാണ്. ശരിക്കും നന്നായിട്ട് ആ ഒരു പൊട്ട റോഡ് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. എക്സ്പൾസിൻ്റെ എത്ര ഉണ്ടാകുന്ന വെച്ച് കഴിഞ്ഞാൽ ബാക്ക് ഏറെക്കുറെ സെയിം ആണ്, പക്ഷേ ഫ്രണ്ട് അത്രയ്ക്കില്ല. ADV 390 അത്ര ഹാർഡാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്കും ഇല്ല. ഓ, ഗിയർ ബോക്സ് എനിക്ക് കുറച്ചും കൂടി ഹാർഡായിട്ട് ഫീൽ ചെയ്ത് തോന്നുന്നുണ്ട്.
പിന്നെ ടൈറ്റ് ട്രാഫിക്കിലൊക്കെ എടുക്കാനാണെങ്കിലും വലിയ കുഴപ്പമില്ല. വണ്ടി ഒരുപാട് വൈഡല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ചെറിയ ടൈറ്റ് ട്രാഫിക്കിലൊക്കെ ആണെങ്കിലും മാനൂവർ ചെയ്തെടുക്കുന്നതിൽ ഇഷ്യൂ വരുന്നില്ല. പൊട്ട റോഡൊക്കെ കിടക്കുന്നുണ്ട്. വാവ്, നന്നായിട്ട് അബ്സർവ് ചെയ്യുന്നുണ്ട് കേട്ടോ, തള്ളടിക്കല്ല, നന്നായിട്ട് ഷോക്ക്. വേണമെങ്കിൽ റോഡ് എടുത്ത് കാണിച്ചു തരാം. ഓ മാൻ, ഒരു മീഡിയം ടു സോഫ്റ്റിൻ്റെ ഇടയ്ക്കാണ്. ബാക്ക് നല്ല സോഫ്റ്റാണ്, അത് അതിൻ്റെ പണി നന്നായിട്ട് ചെയ്യുന്നുണ്ട്, പറയാതിരിക്കാൻ വയ്യ. ഓ പൊളി. പൊട്ട റോഡൊന്നുമില്ലല്ലോ, അല്ലാത്ത സമയത്തൊക്കെ നല്ല പൊട്ട റോഡാണ്. ഒരു ആവശ്യത്തിന് നോക്കുമ്പോൾ റോഡും കാണില്ല. പൊസിഷൻ എടുത്ത് പറയണം, നല്ല രസമുണ്ട്, നല്ല കമാൻഡിങ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്. പറയാൻ വിട്ടുപോയി, വണ്ടിയുടെ വെയിറ്റ് കുറച്ചും കൂടി ഫ്രണ്ടിലേക്കാണ് തോന്നണേ. ഭയങ്കര, ഞാൻ പറയും, ഹാൻഡിലെ താഴെ ഭയങ്കര വെയിറ്റ് ഉള്ള പോലെ തോന്നുന്നുണ്ട്. ഓ ഗിയർ ബോക്സ് മാൻ. ഇനി വലിയൊരു ബമ്പ് എടുത്ത് നോക്കാം ഗ്രൗണ്ട് ക്ലിയറൻസ് ടെസ്റ്റ് ചെയ്യാനായിട്ട്. ഓ മാൻ, പൊളി. ഇതൊന്നും ഒരു ഇഷ്യല്ല. വേറെ വണ്ടിയൊക്കെ ആണെങ്കിൽ അവിടെ സ്ലോ ഡൗൺ ചെയ്യണം, ഇതിനതൊരു ഇഷ്യല്ല. ഇതിൻ്റെ പവർ ഫിഗേഴ്സൊക്കെ ഞാൻ പറഞ്ഞു 26 bhp ആണ്. ബാഡ് റോഡ്സ് ഉയർ അമ്പോ. പൊട്ട റോട്ടികളൊക്കെ ഓടിക്കാൻ നല്ല രസമുണ്ട് കേട്ടോ. എക്സ്പൾസ് പോലെ തോന്നുന്നുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പൾസിൻ്റെ ആ ഒരു നിമ്പിൾനെസ് കിട്ടുന്നില്ല. കാരണം എക്സ്പൾസിന് വലിയ ബോഡിയൊന്നുമില്ല, ചെറിയ ബോഡി ആയതുകൊണ്ട് തന്നെ എടുത്ത് വളച്ച് പിടിച്ചുകൊണ്ടൊക്കെ എളുപ്പമാണ്. പക്ഷേ ഇതിന് പവർ ഉള്ളതുകൊണ്ട് തന്നെ ഓ മാൻ എനിക്ക് ആകെ കൂടി ഇപ്പം നിലവിൽ പരാതി എന്ന് പറയാനുള്ളത് ഈ ഒരു ഗിയർ ബോക്സ് മാത്രമേ ഉള്ളൂ. അതിപ്പോൾ ഞാൻ പൾസർ N160 ഓടിച്ചിട്ട് വന്നുകൊണ്ടാണെന്ന് അറിയില്ല, ചെറിയൊരു ടൈറ്റ് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഗിയർ ബോക്സിൽ നിന്ന്. ഓ മാൻ, അവിടെ വേറെ കുഴപ്പമൊന്നുമില്ല. എൻജിൻ നല്ല റിഫൈൻഡ് ആണ്. ഒന്ന് അലച്ചൊക്കെ, ഇത്രയും പഴയ വണ്ടിയാണ്, ഫസ്റ്റ് ജെൻ ടെസ്റ്റ് ഡ്രൈവ് വണ്ടിയാണ്, എന്നിട്ട് പോലും വണ്ടിയുടെ എൻജിൻ റിഫൈൻമെൻറ്റ് എടുത്ത് പറയണമല്ലോ, ഒരു രക്ഷയില്ല. ഓ, ഇതെങ്ങാനും വിട്ടുപോയണ്ടല്ലോ, എൻ്റെ നെഞ്ചത്തിരിക്കും. നമുക്കിനി ഹൈവേ കയറി വലിപ്പിക്കാട്ടോ, വലിപ്പിക്കാനുള്ള ഇതൊക്കെ തരാം, വലിപ്പിച്ച് ടോപ്പ്. ഓ മാൻ, ഞാൻ പറഞ്ഞു ഇതിനൊരു ഇമ്മീഡിയറ്റ് ടോർക്ക് ഫീൽ കിട്ടുന്നില്ല. നമ്മളൊരു ADV നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ടോർക്ക് ഉണ്ടല്ലോ, അത് കിട്ടുന്നില്ല. പക്ഷേ അത്യാവശ്യം നന്നായിട്ട് അബ്സോർവ് ചെയ്യുന്നുണ്ട്. ഓ മാൻ, എന്തത് എടുത്ത് പറയണമല്ലോ. ഞാൻ പറഞ്ഞു ഫ്രണ്ട് മീഡിയം ടു സോഫ്റ്റ് സെറ്റിംഗ്സ് ആണ് സസ്പെൻഷൻ കിടക്കുന്നത് പറഞ്ഞാലും ഫ്രണ്ട് ഹാർഡ് ബ്രേക്കിങ്ങിൽ ഡൈവിൻ ചെയ്യുന്നുണ്ട്. പിന്നെ ബ്രേക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട് എനിക്ക് അത്യാവശ്യം ഒരു പ്രോഗ്രസീവ് പ്ലസ് ആയിട്ട് തോന്നുന്നുണ്ട്. വളരെ പ്രോഗ്രസീവ് അല്ല, എന്നാലും കുഴപ്പമില്ലാത്ത തരത്തിൽ ബൈറ്റും കാര്യങ്ങൾ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. റിയർ കമ്മിയാണ്, അറിയാമല്ലോ. വൈബ്സ് ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഫുഡ് പെക്സിൽ നിന്ന് വൈബ്രേഷൻ വരുന്നുണ്ട്. അത് പിന്നെ ഇതിൻ്റെ കാലപ്പഴക്കം കൂടി നമ്മൾ ഒന്ന് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ പുതിയ വണ്ടിക്ക് ഒരു വൈബ്രേഷൻ ഞാൻ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓ സീൻ ഒന്ന് എടുത്തോണ്ട് പോടേ. ഈ ഇത്രയും വലിയ വൈസർ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒബ്വിയസ്ലി ചോദിക്കാം വണ്ടിയുടെ വിൻ പ്രൊട്ടക്ഷൻ എങ്ങനെയുണ്ട്. പറയാതിരിക്കാൻ വയ്യ, നല്ല വിൻ പ്രൊട്ടക്ഷൻ ഉണ്ട്. പക്ഷേ സൈഡിൽ നിന്ന് കാറ്റടിക്കുമ്പോഴത്തേക്കും, അതായത് ക്രോസ് വിൻഡ്, ഇപ്പോൾ എനിക്ക് നല്ല ക്രോസ് വിൻഡ് കിട്ടുന്നുണ്ട്, എൻ്റെ നെഞ്ചത്തേക്ക് അടിക്കുന്നുണ്ട്. അത് അല്ലാത്ത പക്ഷം വലിയ കുഴപ്പമില്ല. വണ്ടി അത്യാവശ്യം വലിപ്പിക്കുമ്പോഴത്തേക്കും ഒരു ഡ്രാഗ് ഫീൽ ചെയ്യും നമ്മൾ. കാരണം നിങ്ങൾ കാറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അത് ഈ സൈഡിൽ നിന്ന് ക്രോസ് വിൻഡ് അടിക്കുന്നതാണ്. ഈ ജിക്സർ ഓണേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരാം. എനിക്ക് ഈ വണ്ടിയിൽ ഒരുപാട് ഗിയർ ബോക്സ് ഇട്ട് കളിക്കുന്ന പോലെ തോന്നുന്നുണ്ട്. അതായത് അടിക്കടി എപ്പോഴും ഗിയർ മാറ്റണം. ഫ്രണ്ട് ഇപ്പോൾ ട്രാഫിക് ആണെങ്കിൽ കൂടി അല്ലെങ്കിൽ നല്ല റോഡാണെങ്കിൽ കൂടി എനിക്ക് ഗിയർ ബോക്സിൽ ഒരുപാട് വർക്കൗട്ട് ചെയ്യുന്ന പോലെ തോന്നുന്നുണ്ട്. അത് ഈ വണ്ടിയുടെ മാത്രം പ്രശ്നമാണോ ഇല്ലെങ്കിൽ ഇങ്ങനെയാണോ എന്ന് ഉദ്ദേശിച്ചത് പറഞ്ഞു തരിക. ഓക്കെ, ട്രാക്ക് റേസ് പവർ ഡെലിവറി ആണെങ്കിലും വളരെ പ്രോഗ്രസീവ് ആണ്. എടുത്തെറിയുന്ന പോലത്തെ പവർ ഡെലിവറി ഒന്നുമില്ല. ഡ്യൂക്ക് 250 പോലെയൊക്കെ തോന്നിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അഗ്രഷൻ മിസ് ചെയ്യുന്നുണ്ട്. ഏറെക്കുറെ നമ്മുടെ CBR 250 ഒരു റെസ്പോൺസ് പിന്നെ ഗുഡ് വേ. ഭയങ്കര അഗ്രസീവായിട്ടുള്ള ഒരു ത്രോട്ടിൽ റെസ്പോൺസ് അല്ല വണ്ടിക്ക് വരുന്നത്. വളരെ പ്രോഗ്രസീവായിട്ടുള്ള ഒരു ത്രോട്ടിൽ റെസ്പോൺസാണ് വരുന്നത്. വലിയ പരാതിയായിട്ടൊന്നും പറയുന്നില്ല, കാരണം ഇതൊരു ബിഗിനേഴ്സിനെയും കൂടി എയിം ചെയ്ത് ഇറക്കിയൊരു വണ്ടി ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു പ്രോഗ്രസീവ്നെസ് എക്സ്പെക്റ്റ് ചെയ്യാം.
പിന്നെ പറയേണ്ടത് വണ്ടിയുടെ കംഫർട്ട് തന്നെയാണ് കേട്ടോ. ഈ ഒരു ഒറ്റ ഇരിപ്പിൽ എനിക്ക് വേണമെങ്കിൽ ഒരു 10-200 കിലോമീറ്റർ കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ അത് പറയാനുള്ളൊരു കോൺഫിഡൻസ് വണ്ടി തരുന്നുണ്ട് വളരെ ഈസി ആയിട്ട്. നല്ല വഴിയാണെങ്കിൽ പക്ഷേ ചെറിയൊരു ട്രാഫിക് ഒന്ന് ഞാൻ പറഞ്ഞു, ഗിയർ ബോക്സിൽ കിടന്ന് ഒരുപാട് കളിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. സസ്പെൻഷൻ നല്ല സ്മൂത്താണ്, കാഴ്ചയൊക്കെ ഉണ്ട്. ഇപ്പോൾ 5th ഗിയറിൽ 70ൽ നല്ല രസമായിട്ട് ഒരു കൈയൊക്കെ വിട്ട് പാട്ടൊക്കെ പാടി നല്ല സുഖമായിട്ട് പോകാൻ പറ്റുന്നുണ്ട്. വലിയ ഇഷ്യൂവും കാര്യങ്ങളൊന്നും വരുന്നില്ല. വണ്ടി വളരെ ബിഗിനർ ഫ്രണ്ട്ലിയാണ്, പറയണം. വണ്ടി വളരെ ബിഗിനർ ഫ്രണ്ട്ലിയാണ്. ഒരു ഗിയർ ആക്സിലറേഷൻ എടുത്ത് നോക്കിയാൽ കൂടെ വണ്ടി ഭയങ്കരമായിട്ട് പ്രോഗ്രസീവായിട്ട് തന്നെ കയറുന്നത്. ഷിഫ്റ്റ് ഡൗൺ, എസ്പെഷ്യലി ഡൗൺ ഷിഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ചെറുതായിട്ടും ത്രോട്ടിൽ ബ്ലിപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പം നല്ല സുഖമായിട്ട് വണ്ടി സ്മൂത്തറായിട്ട് ഡൗൺ ഷിഫ്റ്റ് ആവുന്നുണ്ട്. പിടിച്ച് ഒറ്റയടിക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒരു ഇത് തോന്നും. മറിച്ച് ഒന്ന് ബ്ലിപ്പ് ചെയ്ത് ഇതുപോലെ കൊടുത്തു നോക്കിയേ ഒരു കുഴപ്പമില്ല. പക്ഷേ അല്ലാണ്ട് ഡൗൺ ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ ചെറിയൊരു പിടുത്തം പോലെ തോന്നുന്നുണ്ട്. ഒന്ന് വലിപ്പിച്ചാലോ കാലി റോഡ്. നല്ല ക്രോസ് വിൻഡ് ഉണ്ട്, നല്ല ക്രോസ് വിൻഡ് ഉണ്ട്. ട്രെയിനെ പിടിച്ചാലോ ഞാൻ ഫസ്റ്റ്. പിടിച്ചു വാനൻ പിടിച്ചു. വി സ്ട്രോങ് ഉണ്ട്. ക്രോസ് വിൻസ് അടിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് ടോപ്പ് എൻഡ് അധികം നോക്കാൻ പറ്റിയില്ല. സൈഡിലേക്ക് വലിഞ്ഞു പോകുന്നുണ്ട്. അത് വണ്ടിയുടെ കുഴപ്പമല്ല. ഇത്രയും ക്രോസ് വിൻ ഇട്ട് കഴിഞ്ഞാൽ ഏത് വണ്ടിയാലും ചെരിഞ്ഞു പോകും, ബുള്ളറ്റ് വരെ ചെരിഞ്ഞു. പിന്നെ ഇതിൻ്റെ ഫിനാൻസ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ തന്നെ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ അതൊന്ന് ജസ്റ്റ് കണ്ടു നോക്കുക. നിങ്ങൾ C1000 പക്ഷേ Ninja 1000. അപ്പോൾ ഈ വണ്ടി എങ്ങനെയുള്ളവർ എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീഡിയോയുടെ തുടക്കം പറഞ്ഞു, നിങ്ങളൊരു കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ടൂർ നോക്കുന്നുണ്ട്, ഒരു അഡ്വഞ്ചർ ടൂർ. ഇത് ഞാൻ പറഞ്ഞത് ഒരു പക്ക ഓഫ് റോഡർ അല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ട്യൂണൊക്കെ ചെയ്താക്കി എടുക്കാം. ഒരു അഡ്വഞ്ചർ ടൂർ നോക്കുന്നുണ്ട്, ലൈക്ക് ഒരു CB 200X നോക്കുന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ഒന്ന് റീകൺസിഡർ ചെയ്യുക. ഈ ഒരു വണ്ടി ഒന്ന് കൺസിഡർ ചെയ്ത് നോക്കുക. അത്യാവശ്യം നല്ല റിഫൈൻഡ് ആണ്, നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാം. എടുത്തെറിയുന്ന പവറോ കാര്യങ്ങളൊന്നുമില്ല. ഈവൻ ദോ 26 PS പവർ ഉണ്ടെങ്കിൽ കൂടെ നിങ്ങൾ ഫീൽ ചെയ്യുന്നില്ല. ഏറെക്കുറെ ഒരു നല്ല റിഫൈൻഡ് വേ ആണ്, എന്നെ ലീനിയർ വേ ആണ് ഫീൽ ചെയ്യുന്നത്. പറഞ്ഞു നിങ്ങൾ ലോങ് ട്രിപ്പൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്നാൽ ഡെയിലി യൂസും ചെയ്യണം, അതിന് വിട്ടുവീഴ്ചയും പാടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യാം. കാരണം ഇതിൻ്റെ മൈലേജ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു 36, നമ്മുടെ 32 ആണ് ഇപ്പോൾ ലൈവ് കിടക്കുന്നത്. 32 മൈലേജ് കാണിക്കുന്നുണ്ട് വണ്ടി ഇപ്പോൾ. അപ്പോൾ 32 ഒക്കെ കിട്ടും. മൈലേജ് അറിയാൻ താല്പര്യമുള്ളവർക്ക് 33.1 km/L ആണ് ഇപ്പോൾ ലൈവ് മൈലേജ് കാണിക്കുന്നത്. വിച്ച് ഐ തിങ്ക് ഇറ്റ്സ് റിയലി ഗുഡ് കൺസിഡറിങ് ഒരു 250cc 26 bhp ഒക്കെ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും ഐ തിങ്ക് ഇറ്റ്സ് എ റിയലി ഗുഡ് ഫിഗർ. അപ്പോൾ ഗായ്സ് അത്രയൊക്കെ തന്നെയുള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ വീഡിയോ സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ഇടുക, ഞാൻ എന്തായാലും റിപ്ലൈ തരാം. പിന്നെ വണ്ടി സംബന്ധിച്ചിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ നമ്പർ കൊടുത്തേക്കാം, നിങ്ങൾ അവരൊന്ന് കോൺടാക്ട് ചെയ്യുക. വണ്ടിയുടെ കൂടുതലായിട്ടുള്ള വണ്ടിയുടെ ഫിനാൻസ് ഡീറ്റെയിൽസോ അല്ലെങ്കിൽ അവിടെ ഞാൻ പറഞ്ഞു വേറെ വണ്ടിയൊക്കെ കിടക്കുന്നുണ്ട്, അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് അറിയാനാണെങ്കിൽ കൂടെ നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ, ചിയേഴ്സ്.